നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഓരോ ആൾക്ക് ഇപ്പം നമ്മൾക്കും ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് ഏത് നിമിഷത്തിലും ആവശ്യങ്ങൾ വരുന്നതാണ്. നമ്മൾ ഒരാളെ സഹായിച്ചാൽ നമുക്ക് കിട്ടുന്ന സഹായം അയാളിൽ നിന്നായിരിക്കണമെന്നില്ല, വേറെ ആളിൽ നിന്നായിരിക്കും. പക്ഷെ ഈ പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തി എല്ലാം കണ്ടാണല്ലോ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അപ്പം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. പറ്റാവുന്ന സമയത്ത് സഹായിക്കുക. അത് ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ അവസ്ഥയിൽ ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു അത്രയും ജനങ്ങളുടെ പ്രാർത്ഥനയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എല്ലാവരും എന്നോട് സംസാരിക്കുന്ന ഒരു കാര്യം, ധൈര്യമായിട്ടിരിക്കണം കേട്ടോ, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട്, മനസ്സ് തളരരുത് കേട്ടോ എന്ന് പറയുന്ന ആ വാക്കുകളാണ് എൻ്റെ ശക്തി. എന്നെ ഇവിടെ നിലനിർത്തുന്നത് എൻ്റെ പ്രേക്ഷകരാണ്. അവർ ഓരോ സമയത്തും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന സമയത്താണ് രാമലീല എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയ്ക്ക് അവർ വന്നില്ലായിരുന്നെങ്കിൽ ഞാനില്ല. അപ്പം ഞാനെന്ന് പറയുന്ന ദിലീപ് എന്ന് പറയുന്ന കലാകാരനിൽ ഏറ്റവും അവകാശമുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കാണ്. പിന്നെ ഈ ദിലീപിനെ ഉണ്ടാക്കിയ ഒരു സർവശക്തനായ മീൻസ് ആ കലാകാരനെ സൃഷ്ടിച്ച ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഈവനിങ്ങിലുണ്ടായ ഒരു കലാകാരനാണ് ഞാൻ. ഒരു രാത്രിയിൽ പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ ദിലീപ് എന്ന് പറഞ്ഞൊരു കലാകാരൻ ഉണ്ടാവുകയാണ്. അപ്പോൾ അത് സൃഷ്ടിച്ചൊരു വലിയ ശക്തിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവർ എൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ വലിയ ഒരു ആത്മവിശ്വാസവും, കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് കാണാനുണ്ടാവുക. അതുപോലെ ഞാൻ ശരിക്കും പറഞ്ഞ ഓരോ അവസ്ഥയിലും എൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളായിട്ട് ഞാൻ അവരെ കാണണം. കാരണം വെച്ചാൽ അത്രയും ഞാനൊന്നും പറയാതെ തന്നെ അറിഞ്ഞ് അവരേറ്റവും മുൻതൂക്കം കൊടുക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ്. അതിൽ ജോലി ഇല്ലാത്ത ആൾക്കാർ വരെ അവനവൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ ഇട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുഴപ്പത്തിലിരിക്കുന്നു കാണുമ്പോൾ നമ്മളോട് പറയാതെ പോലും നമ്മൾ ഓരോ ഹോർഡിങ്സ് കാണുമ്പോഴാണ് നമ്മുടെ പേരിൽ ഇവർ ചെയ്യുന്നത്. അതിനൊക്കെ ഞാൻ ഇതിലൂടെ അവരോടൊക്കെ നന്ദി പറയുകയാണ്. അത് എടുത്തു പറയാൻ പറ്റില്ല. കേരളത്തിൽ അത്രയധികം ഓരോ ജില്ലയിലെ ഓരോ കമ്മിറ്റികളും അത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരിലേക്ക് അവർ ഓരോ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഞാൻ പെട്ടിരിക്കുന്ന ഒരു ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇട്ടിട്ട് ഓടിപ്പോകേണ്ട ആൾക്കാരാണ്. നമ്മൾ കാണുന്ന അങ്ങനെയാണ്. പക്ഷേ ഇവരെല്ലാവരും എന്നിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അവരുടെ ജീവിതത്തിൽ ഒരുപാട് സമയം എനിക്ക് വേണ്ടി തരുന്നതാണ്. ഒരു സിനിമ കാണാൻ വരുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ളതാണ് 2.5 മണിക്കൂർ ഇല്ലേ? ഈ 2.5 മണിക്കൂർ എല്ലാം മാറ്റി വെച്ചിട്ട് അവർ വരുന്നുണ്ട്. അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എന്നുള്ള പൈസയും കൂടി നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്.